ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ജാതി പോകണം എന്ന രീതിയിൽ ജാതി എന്ന് പറയുന്നത് അസംബന്ധമായ ഒരു കാര്യമാണ്. അങ്ങനെ കരുതിക്കൊണ്ട് ഗുരു എഴുതിയ ജാതി നിർണയം എന്ന ഒരു കൃതിയുണ്ട്. ജാതിയെ ശാസ്ത്രീയമായ രീതിയിൽ അതിനകത്ത് നിർണയിച്ചിരിക്കുകയാണ്. മനുഷ്യൻ എന്ന ഒരു ജാതിയെ ഉള്ളൂ, അല്ലാതെ ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, പഞ്ചമര് എന്ന രീതിയിലുള്ള ഒരു ജാതി സമ്പ്രദായം ശാസ്ത്രീയമല്ല എന്ന് ഗുരു ഈ കൃതിയിലൂടെ തെളിയിക്കുകയാണ്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാദിരസ്യൈവം ഹാ തത്വം വേതി ഗോപിന. ഈ 4 വരികളിലൂടെ ഭാരതീയ സംസ്കാരത്തിൽ വേരൂന്നിയ ചാതുർവർണ്ണീയ വ്യവസ്ഥയെ ഗുരു നിരാകരിക്കുകയാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന ആ വേർതിരിവ് ശുദ്ധമായ അസംബന്ധമാണ്. ഈ സത്യം ആരും അറിയുന്നില്ലല്ലോ എന്നാണ് അവസാനത്തെ 2 വരികളിലൂടെ ഗുരു പണ്ഡിതന്മാരെ ഉപദേശിക്കുന്നത്. മനുഷ്യന്റെ ജാതി എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. മനുഷ്യത്വമെന്ന ഗുണം ഉള്ളവർ ഒക്കെ മനുഷ്യരാണ്. അതിന് ഉദാഹരണം ഗുരു പറയുക, മനുഷ്യത്വം എന്നാൽ ഗോക്കളിൽ ഗോത്വം എന്ന ഒരു ഗുണമുണ്ട്. എന്താണ് ഈ ഗോത്വം? മനുഷ്യത്വവും ഗോത്വവും തമ്മിൽ ഉള്ള യഥാർത്ഥമായ സത്യം എന്താണ്? അത് ഗുരു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യ കുഞ്ഞ് പിറക്കുന്നത് 10 മാസം കൊണ്ടാണ് തൻ്റെ അമ്മയുടെ വയറ്റിലാണ്. 280 ദിവസം ശരാശരി എടുക്കും. അതുപോലെ പശുവിൻ്റെ വയറ്റിൽ നിന്നും ഉണ്ടാകുന്ന പശുക്കുട്ടി 280 മുതൽ 283 ദിവസം വരെ എടുക്കും. അപ്പോൾ പശുവിൻ്റെ കുട്ടി തൻ്റെ അമ്മയുടെ പശു എന്ന അമ്മയുടെ പാല് വലിച്ചു കുടിക്കുന്നത് പോലെ മനുഷ്യൻ്റെ കുട്ടിയും മനുഷ്യ കുഞ്ഞുങ്ങളും തൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് വളരുന്നത്. അപ്പം അങ്ങനെ പാല് കുടിച്ച് വളരുന്ന, പ്രസവിച്ച് ഉണ്ടാവുന്ന കുട്ടികൾ അവർക്കെല്ലാം ഒരേ ആകാരമാണ്, ഒരേ രൂപമാണ്. ഒരു പശുവിൻ്റെ കുട്ടിക്ക് എല്ലാം രൂപത്തിൽ ഒന്നാണ്, 4 കാലികളാണ്. മനുഷ്യന് 2 കാലുകളാണ്. അവൻ്റെ തലയും കഴുത്തും ഉടലും കൈകാലുകളുമൊക്കെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. ഉയരത്തിലൊക്കെ അല്പം വ്യത്യാസം ഉണ്ടാവാം, നിറത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം, എന്നതിലുപരി ഒരേ ആകാരമാണ്. അതാണ് ഗുരു തൻ്റെ പദ്യത്തിൽ പിന്നീട് പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. മനുഷ്യരൊരു ജാതിയാണ്, ഒരു മതമാണ്, ഒരു ദൈവമാണ് മനുഷ്യനുള്ളത്. ഒത്തിരി ദൈവങ്ങളില്ല. പല വിശ്വാസമുണ്ടായിരിക്കാം. ക്രിസ്തുവെന്നും ഇസ്ലാമെന്നും ജൈനരെന്നും സിഖ് മതം എന്നൊക്കെ പറയുന്നവർ വിശ്വാസമാണ്. അവരെല്ലാം ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ഒറ്റ ദൈവമേ. അതാണ് ഈ പദ്യത്തിലൂടെ ഗുരു വ്യക്തമാക്കുന്നത്. ഒത്തിരി ജാതികളില്ല, ഒറ്റ ജാതിയേ ഉള്ളൂ. ആ ജാതിയുടെ മഹത്വമാണ് മനുഷ്യത്വം. അപ്പം അങ്ങനെ മനുഷ്യത്വം എന്ന ആ ജാതിയെ കണ്ടുകൊണ്ട് വേണം മനുഷ്യനെ സ്നേഹിക്കുവാൻ. ആ മനുഷ്യനിൽ അനുകമ്പയുണ്ട്, ദയയുണ്ട്, കരുണയുണ്ട്, സ്നേഹമുണ്ട്. ഇപ്പോൾ സ്നേഹം, അനുകമ്പ, ദയ, കരുണ തുടങ്ങിയ ഗുണങ്ങളുടെ സവിശേഷതയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ആ മനുഷ്യത്വമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മഹത്വപ്പെട്ട ജാതി. അത് ഒറ്റ ജാതിയോ മനുഷ്യജാതിയോ. ഇതാണ് ഗുരുവിൻ്റെ കൃതിയിലൂടെ പറയുവാൻ ഗുരു മുന്നോട്ട് ശ്രമിക്കുന്നത്. പുരാണങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് ഗുരു പറയുന്നു. പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്ത കഞ്ഞിയിൽ എന്ന് പറയുകയാണ്. പരാശരൻ എന്ന മഹാമുനി യഥാർത്ഥത്തിൽ ജനിച്ചത് ഒരു പറച്ചി സ്ത്രീയിൽ നിന്ന്, അദൃശ്യന്തി എന്ന് പറയുന്ന ഒരു ഒരു മകളുടെ പുത്രനായിട്ടാണ് ജനിച്ചത്. അപ്പോൾ പറച്ചിയുടെ പുത്രനായിട്ടാണ് പരാശരൻ എന്ന മഹാമുനി പിറന്നത് എങ്കിൽ അതുപോലെ തന്നെ വേദങ്ങളുടെ
സ്രഷ്ടാവെന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ വേദങ്ങളെ വിന്യസിച്ച് 4 വേദങ്ങളാക്കി മാറ്റിയ വേദവ്യാസൻ എന്ന് പറയുന്നത് ഒരു മുക്കുവ സ്ത്രീയിൽ, മത്സ്യഗന്ധി എന്ന് പറയുന്ന ഒരു മുക്കുവ സ്ത്രീയിൽ ജനിച്ച മഹർഷിയാണ്. അപ്പോൾ ഈ ജനനം ഏത് സ്ത്രീയിൽ നിന്നാണോ ആ സ്ത്രീയിൽ നിന്നാകുമ്പോൾ അവരുടെ ജാതി, മുക്കുവ സ്ത്രീയുടെ ജാതിയും പറയറ്റിൽ നിന്നാണെങ്കിൽ പറയ ജാതിയും ഒക്കെ ആകിത്തീരേണ്ടതാണ്. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ അതിനൊന്നും ഒരു പ്രസക്തിയുമില്ലായിരുന്നു. വേദവ്യാസൻ എന്ന മഹർഷിയാണ് വേദങ്ങളെ 4ആയിട്ട് തിരിച്ച് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന രീതിയിൽ ആക്കിക്കൊണ്ട് നമുക്ക് ഭാരതീയരുടെ മുൻപിൽ അവതരിപ്പിച്ചു. വേദങ്ങളെന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം. അപ്പോൾ അറിവ് പകർന്നു തന്ന വേദവ്യാസൻ ഒരു മുക്കുവ സ്ത്രീയിൽ ജനിച്ചു എന്നതുകൊണ്ട് വേദവ്യാസന് യാതൊരു തരത്തിലുള്ള മാറ്റി നിർത്തലുകൾ അനുഭവപ്പെട്ടിട്ടില്ല. ആ വേദത്തെയാണ് പിന്നീട് വന്ന പണ്ഡിതന്മാരെല്ലാം വ്യാഖ്യാനിച്ച് ഉപനിഷത്തുക്കളും ഒക്കെ ആക്കി മാറ്റിയത്. വേദവും വേദാന്തവും ഒക്കെ ആയത് അങ്ങനെയാണ്. ആ കാലഘട്ടങ്ങളിലായിരുന്ന ചാതുർവർണ്ണി വ്യവസ്ഥ മനുവിൻ്റെ കാലഘട്ടത്തോടുകൂടി മനുസ്മൃതി എന്ന പേരിൽ ഭാരതത്തിൽ അവതരിക്കുകയാണ്. ആ മനുസ്മൃതിയുടെ പ്രകാരമാണ് ഇവിടെ ചാതുർവർണ്ണ്യം ഉണ്ടാകുന്നത്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പിന്നീട് സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യവസ്ഥയാണ്, അതായത് ജാതി വ്യവസ്ഥയാണ്. അത് ജാതി വ്യവസ്ഥയിലാണ് മനുഷ്യനെ പരസ്പരം അകറ്റുന്ന ഒരു സമ്പ്രദായം ഈ സമൂഹത്തിൽ ഉണ്ടായത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതികരണമാണ് ഗുരു നടത്തിയത്. ആ പ്രതികരണമാണ് തൻ്റെ കൃതികളിലൂടെ ഗുരു വെളിപ്പെടുത്തുന്നത്.